Hi friends, welcome back. My question Pagadi I have done cut. So I am continuing with that question. A piece of iron is heated in a flame. It first becomes reddish yellow and finally turns to white hot. The correct explanation for the above observation is possible by using കുറേ ലോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എന്താ പറയുക, ഒരു അയൺ നമ്മളൊരു ഇരുമ്പ് ഇരുമ്പിന്റെ ഒരു പീസ് അത് ചൂടാക്കുന്നത് ഫസ്റ്റ് ഇറ്റ് ബിക്കംസ് റെഡ്, then it becomes എന്താണ് യെല്ലോ, then finally it becomes hot white. കൂടുതൽ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് വെരി ഹോട്ട് ആൻഡ് ഇറ്റ് ബിക്കംസ് വൈറ്റ് ഇൻ കളർ. ഫിൽറ്റർ പ്രോസസ് നമ്മൾ ഏത് ലോ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ചോദിച്ചത്. സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ അല്ലെങ്കിൽ സ്റ്റീഫൻസ് ലോ എന്ന് പറയുന്നത് റേഡിയേഷൻ ഓഫ് ബ്ലാക്ക് ബോഡി ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ബ്ലാക്ക് ബോഡി ഇസ് ആക്ച്വലി ഇറ്റ്സ് അബ്സോർബിംഗ് പവർ ആൻഡ് റേഡിയേറ്റിംഗ് പവർ ഈസ് സെയിം. അപ്പോൾ ബ്ലാക്ക് ബോഡിയുടെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ അതെല്ലാം റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ബ്ലാക്ക് ബോഡിയുടെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡിങ് ഓൺ ഏരിയ, ടൈം ആൻഡ് ടെമ്പറേച്ചർ. സോ ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. മെയിൻലി Q/AT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എമിഷൻ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 4, അല്ലെങ്കിൽ Q ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T⁴ എന്ന് പറയുന്നതാണ് എന്ത് നമ്മുടെ സ്റ്റീഫൻസ് ലോ. അപ്പൊ അതല്ല. നെക്സ്റ്റ് ഈസ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത് is directly inversely proportional to temperature. So temperature is inversely proportional. അതായത് നമുക്കറിയാലോ BGO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളർ VIBGYOR, വൈറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. അപ്പൊ BGO റെഡ് എന്ന് പറയാനാണ് ഹൈ വേവ് ലെങ്ത് ചെയ്യുന്നത്. മുകളിലേക്ക് പോകുന്നവർ എന്താണ് വേവ് ലെങ്ത് കുറഞ്ഞു വരും, താഴേക്ക് വരുന്നവർ വേവ് ലെങ്ത് കൂടി വരും. വേവ് ലെങ്ത് കുറഞ്ഞു വരും. അപ്പൊ നമ്മളൊരു ബോഡിയെ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്ത് ആദ്യം ടെമ്പറേച്ചർ ടെമ്പറേച്ചർ സ്റ്റാർട്ടിങ്ങിൽ അത് എമിറ്റ് ചെയ്യുന്നത്, അത് റിഫ്ലക്ട് ചെയ്യുന്ന വേവ് എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും. ആദ്യം റെഡ് ഹയർ ലോങ്ങർ വേവ് ലെങ്തിലുള്ളതിനാണ് അത് ആദ്യം എമിറ്റ് ചെയ്യുന്നത്. പിന്നെ അത് ഓറഞ്ച് ആവും, പിന്നെ ബിക്കംസ് യെല്ലോ, then ഗ്രീൻ, പിന്നെ കൂടുവാണെങ്കിൽ ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്, ആൻഡ് then it becomes എല്ലാം കഴിയുന്നത് ഫുൾ എമിറ്റ് ചെയ്യുന്ന സമയത്ത് വൈറ്റ്. So similarly ഇവിടുത്തെ അതുകൊണ്ട് ലാംഡ is inversely proportional to temperature 1/T. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ലാംഡ കുറഞ്ഞ സാധനത്തിനെയാണ് അത് എമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ? അതായത് ഒരു സ്റ്റീൽ ബോഡീനെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇച്ചിരി കൂട്ടിക്കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് റെഡ്, പിന്നെയും കൂട്ടിക്കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് എന്താണ് യെല്ലോ, അങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് വൈറ്റ്. സോ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ലാംഡ കുറഞ്ഞ സാധനങ്ങളെ കൂടുതലും ലാംഡയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഈ ഒരു പ്രോസസ്സ്, ഈ ഹോട്ടായിട്ടുള്ള ബോഡി സ്റ്റീൽ ബോഡീനെ നമ്മൾ റെഡ്, യെല്ലോ, ഹോട്ടൊക്കെ ആക്കി ഹോട്ട് വൈറ്റ് ആകുന്ന ആ പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആസ് പെർ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വെച്ചിട്ടാണ്. സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ദേ ആർ ആസ്കിങ്. ബാക്കിയും കൂടെ നോക്കിയേക്കാം. ഇനി കിർച്ചോഫ്സ് ലോ എന്താ പറയുന്നത്? ഇനി വേറെ രണ്ട് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, ന്യൂട്ടൺസ് ലോയും കിർച്ചോഫ്സ് ലോയും. കിർച്ചോഫ്സ് ലോ എന്ന് പറഞ്ഞാൽ എമിഷൻ ബൈ അബ്സോർപ്ഷൻ. എന്താണ് എമിഷൻ ബൈ അബ്സോർപ്ഷൻ ഓഫ് എമിഷൻ ബൈ അബ്സോർപ്ഷൻ എമിഷൻ ഓഫ് ബ്ലാക്ക് ബോഡി ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ബ്ലാക്ക് ബോഡി. ആക്ച്വലി അബ്സോർപ്ഷൻ ഓഫ് ബ്ലാക്ക് ബോഡി എമിഷൻ വളരെ ഹോട്ട് ആകുമ്പോഴേ നടക്കത്തുള്ളൂ. ബ്ലാക്ക് ബോഡിയുടെ കേസിൽ ഇറ്റ്സ് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഈസ് സെയിം. അത് വാല്യൂ നമ്മൾ പറഞ്ഞു. എമിഷൻ ബ്ലാക്ക് ബോഡിയുടെ റേഷ്യോ എന്ന് പറയുന്നത്, കാരണം എന്തുമാത്രം അതിന് അബ്സോർബ് ചെയ്യാൻ നമുക്ക് അത്രയും കപ്പാസിറ്റി അതിന് എമിറ്റ് ചെയ്യാനുണ്ട് ഇൻ ദ കേസ് ഓഫ് ബ്ലാക്ക് ബോഡി. സോ ബാക്കിയുള്ള ബോഡിയുടെ കേസിൽ ഇറ്റ് ഈസ് ആക്ച്വലി എമിഷൻ ബൈ അബ്സോർപ്ഷൻ. എന്തുമാത്രം അബ്സോർബ് ചെയ്യുക അത് മുഴുവൻ അതിനെ എമിറ്റ് ചെയ്യുന്നില്ല, എമിറ്റ് ചെയ്യത്തില്ല. സോ പർട്ടിക്കുലർ ലെങ്ത് ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ് പറയുന്ന ഒരു അതിനൊരു ടെമ്പറേച്ചർ
ഹോട്ട് ബോഡിയാണ്, ടെമ്പറേച്ചർ കുറവാണെന്ന് ഇതൊരു ഹോട്ട് ബോഡി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഹീറ്റ് അല്ലേ, ഈ ബോഡിയിൽ തണുത്ത ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ് ഈ മൈഗ്രേച്ചർ, ഈ സറൗണ്ടിങ് ടെമ്പറേച്ചറും ഈ ബോഡി ടെമ്പറേച്ചറാണ് ഈ ടെമ്പറേച്ചർ റേഞ്ചിനെ ടെമ്പറേച്ചറിനെ നമ്മുടെ ആണ്. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/temperature. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വേരിയൻസ് കുറഞ്ഞ സാധനത്തിനെയാണ് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 cylinders A and B of equal capacity are connected to each other via a stopcock. A contains standard temperature and pressure. B is completely evacuated. The entire system is thermally insulated. The stopcock is suddenly opened. The process is കണ്ടെയ്നർ എ ആൻഡ് ബി കംപ്ലീറ്റ്ലി തെർമലി ഇൻസുലേറ്റഡ് എന്ന് പറയുന്നത്, അതായത് ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, ഔട്ട് സൈഡിലേക്ക് ഹീറ്റ് ഒന്നും പോകത്തില്ല. ഇതിനകത്ത് സ്റ്റോപ്പ് കോക്ക് ഉണ്ട്, ഇതിനൊരു സ്റ്റോപ്പ് കോക്ക് ഉണ്ട്. അപ്പൊ സഡൻ ആയിട്ട് ഈ സ്റ്റോപ്പ് കോക്ക് മാറ്റിക്കഴിയുമ്പോൾ ഇതിനകത്ത് ഇത് വാക്വമാണ്, കംപ്ലീറ്റ്ലി ഒന്നുമില്ല, ഹെവീസ് കംപ്ലീറ്റ്ലി ഒന്നുമില്ല. ഇതിനകത്ത് പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഗ്യാസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് പ്രഷറിലുള്ള ഒരു ഗ്യാസ് ഉണ്ട്. അത് തുറന്ന് ഇതിനെ വിട്ട് കഴിയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? സോ അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു പെർഫെക്റ്റ്ലി സിസ്റ്റമാണ്, അത് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് സിസ്റ്റമാണ്. എന്ത് സംഭവിക്കും? അതിനകത്ത് ടെമ്പറേച്ചർ, പ്രഷർ, നമ്പർ ഓഫ് മോൾസ് എല്ലാം സെയിം ആയിരിക്കും. സോ ദാറ്റ് ഈസ് അഡയബാറ്റിക്. ഐസോകോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം വോളിയം ആയിരിക്കും. ബാരിക് എന്ന് പറയുന്നത് സെയിം പ്രഷർ, അഡയബാറ്റിക് പറഞ്ഞല്ലോ. സോ ഹിയർ ഇറ്റ് ഈസ് ആക്ച്വലി ദ എൻറ്റയർ സിസ്റ്റം എന്ന് പറയുന്നത് അഡയബാറ്റിക് പ്രോസസ് ആണ്. കാരണം ഈ എൻറ്റയർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് ഹീറ്റ് എങ്ങോട്ടും പോകത്തില്ല, ബാക്കിയുള്ളത് നമുക്ക് ചേഞ്ച് ആകും. കാരണം വാക്യൂത്തിലൊക്കെയാണ് പോകുന്നതെങ്കിലും ഇത് പ്രഷറും ടെമ്പറേച്ചറൊന്നും മാറാൻ ചാൻസില്ല. ബട്ട് ദ കറക്റ്റ് തിങ് ഈസ് അഡയബാറ്റിക് ഹിയർ. കാരണം തെർമലി ഇൻസുലേറ്റഡ് സാധനം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ അഡയബാറ്റിക് പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഇത് ഈ ചാപ്റ്ററിലൊന്നും അല്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നടപ്പ് ഞാനങ്ങ് ചെയ്തേക്കും. ഐഡന്റിഫൈ യൂണിറ്റ് ഫോളോയിങ് I plus J, I cap plus J cap, I √2 I plus J by √2. അപ്പൊ നമുക്കറിയാലോ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ I plus AYJ plus AZK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്ടറുണ്ടെങ്കിൽ അത് യൂണിറ്റ് വെക്ടർ ആണോ എങ്ങനെയാണ് നമ്മൾ AY square plus AZ square. If magnitude ഒന്നായിട്ട് കിട്ടുകയാണെങ്കിൽ that is actually അപ്പൊ ഇത് ഓരോന്നും നോക്കാം. ഇതിൽ ഫസ്റ്റ് കേസ് നമുക്ക് എ കേസിൽ I plus J, അപ്പൊ AX എന്ന് പറയുന്നത് കിട്ടി, AY എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് √of AX square plus magnitude എന്ന് പറഞ്ഞാൽ AY square എന്ന് പറഞ്ഞാൽ 1 plus 1 it is equal to √2. So that is not equal to 1. അപ്പൊ അതുകൊണ്ട് അത് യൂണിറ്റ് വെക്ടർ അല്ല. നെക്സ്റ്റ് by √2 ആണ്. അപ്പോൾ AX മാത്രമേ ഉള്ളൂ. AX is equal to 1 by √2. എല്ലാവരും മാറ്റിയിട്ട് ബാക്കിയുള്ള സാധനം. സോ √of 1 by √2 is a √2 square is equal to 1 by √2 തന്നെ √2 അല്ലേ? അപ്പൊ അതുമല്ല. സോ ദാറ്റ്
എ എന്ന് പറയുന്നത് 1 കിട്ടി, എ എക്സ് എന്ന് പറയുന്നത് 0 ആണ്, എ വൈ എന്ന് 1/√, -1/√. സോ ഇത് നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുകയും എ സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന റൂട്ട് എ എക്സ് 0 പ്ലസ് 1 സ്ക്വയർ -1/√2 സ്ക്വയർ ഇറ്റ് ഈസ് 1/2. സോ ദാറ്റ് ഈസ് ഓൾസോ നോക്കാളിനേക്കാൾ കൂടുതലല്ലേ. So it is actually 1.5 root ആണ്. So that is 1. So നമുക്ക് D തന്നെ ആയിരിക്കും ബാക്കി ഓപ്ഷൻ. D is equal to I plus J by root 2. So AX എന്ന് പറയുന്നത് 1/√2, AY എന്ന് പറയുന്നത് 1/√2 അല്ലേ. AX is 0. So it is magnitude of that vector is equal to 1/√2 square plus 1/√2 square. Root of 1/√2 plus 1/2. Root of 1 half 1/2 plus 1/2 is 1. So actually root of 1 is 1. So unit vector എന്ന് പറയുന്നത് I plus j plus j by root 2. So it is very simple question. അപ്പോൾ ഒന്ന് കണ്ടപ്പോൾ അത് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഈ ചാപ്റ്ററിലൊന്നുമല്ല, but it is very simple and interesting. Okay, next question. CP and CV are specific heat at constant pressure. Actually it is molar specific heat at constant pressure and constant volume respectively. It is observed that Cp minus Cv is equal to A for hydrogen gas and Cp minus Cv is equal to B for nitrogen gas. The correct relation between A and B is A ൻ്റെ B ൻ്റെ തമ്മിലുള്ള കറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം എന്താണ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു R/M മോളാർ മാസ്. ഓക്കെ, സി പി മൈനസ് സി വി എന്ന് പറയുന്നത് R/M ആണ്. പല പല റിലേഷൻഷിപ്പ് ഉണ്ട് അത് കണക്ട് ചെയ്തിട്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി R/M. സോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മോളാർ മാസ് ഓഫ് എന്താ തന്നിരിക്കുന്നത്, ഫസ്റ്റ് ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസിൻ്റെ കേസിൽ മോളാർ മാസ് M ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്, 2 gram per mole. And that is H2ൻ്റെ കേസിൽ. ദെൻ ഇൻ ദ കേസ് ഓഫ് പിന്നെ നൈട്രജൻ അല്ലേ ചോദിച്ചേക്കുന്നത്. നൈട്രജൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് ദാറ്റ് യു സ്റ്റഡീഡ് ഇൻ കെമിസ്ട്രി 20 gram per mole. അപ്പം നൈട്രജൻ്റെ തന്നിരിക്കുന്നത് 28 ആണ്, മറ്റേത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, സി പി മൈനസ് സി വി ഫോർ ഹൈഡ്രജൻ്റെ കേസിൽ, H2ൻ്റെ കേസിൽ ഇറ്റ് ഈസ് R/2. Cp minus Cv for nitrogen കേസിൽ, N2ൻ്റെ കേസിൽ ഇറ്റ് ഈസ് R/28. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദീസ് ടു ആർ സെയിം. ഇറ്റ് ഈസ് ഒബ്സർവ് ദാറ്റ് Cp ഈസ് ഈക്വൽ ടു A. ഇത് A ആണ്, ഇത് B ആണ്. സോ ദിസ് വൺ ഈസ് A എന്ന് പറഞ്ഞിട്ടുണ്ട്, ദിസ് വൺ ഈസ് B എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറ്റും, മുകളിലത്തെ കേസിൽ R ഈസ് ഈക്വൽ ടു 2A, രണ്ടാമത്തെ കേസിൽ R ഈസ് ഈക്വൽ ടു 28B. അപ്പോൾ ഇത് രണ്ട് സെയിം അല്ലേ. R is a universal gas constant. So we can equate 2A is equal to 28B. A is equal to എത്രയാണ്, 28/2B. It is 14B. So that is the correct answer. So okay, option D is the right answer. Simple. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, CP minus CV is equal to R/M. ഞാൻ നേരത്തെ എഴുതാൻ വിട്ടു, I have written there CP minus CV. എന്താ പറയുക, സ്പെസിഫിക് ഹീറ്റ്, മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദിസ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ മൈനസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇസ് ഈക്വൽ ടു R/M. ഓക്കെ, സോ അതിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിനെയും എന്തൊക്കെ ഏത് ഗ്യാസാണ്, ഇപ്പോൾ ഓക്സിജനാണ് തന്നിരുന്നെങ്കിൽ നമുക്ക് വി ഹാവ് ടു മേക്ക് ദാറ്റ് വേ. അതുപോലെ തന്നെ ഏത് ഗ്യാസാണ് തരുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് വൺ വി ഹാവ് ടു പുട്ട് ദ മോളാർ. നമുക്കത് ചെയ്താൽ മതി. ഓക്കെ, തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ്. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ സെയിം പ്രോബ്ലം ആണ്. നിങ്ങളിത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണേ. സെയിം പ്രോബ്ലം ഫോർ ഹൈഡ്രജൻ ഗ്യാസ് Cp minus Cv, that is molar specific heat of at constant pressure minus molar specific heat at constant volume. Cp minus Cv is equal to A, and for oxygen gas Cp minus Cv is equal to B. So the relation between A and B is given by, okay, so it is given that Cp minus Cv is equal to A for oxygen and Cp minus Cv അത് എന്തിനാണ് പറഞ്ഞേക്കുന്നത്, അല്ല, ഫോർ ഹൈഡ്രജൻ. ദിസ് വൺ ഈസ് ഫോർ ഹൈഡ്രജൻ. ഫോർ ഓക്സിജൻ ഗ്യാസ് ഇറ്റ് ഈസ് ഗിവൺ ആസ് ബി. അപ്പോൾ ഓക്സിജൻ്റെ അപ്പോൾ നമുക്കറിയാം എന്ത്, സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു R/M. സോ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 2 gram per mole. ഓക്കെ, then molar mass of what
ഓക്സിജൻ ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു 32 അല്ലേ 32 gram per mole. So you just substitute that one. So Cp minus Cv equal to R by M എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു R by 2 and B is equal to Cp minus Cv for oxygen. It is O2 is equal to R by 32B. So A is equal to R by 2 and B is equal to R by 32. So R is equal to 2A, R is equal to 32B. So we can equate both these things. 2A is equal to 32B. So A is equal to 16B is the right answer. Okay, A is equal to 16B. Option A is the right answer. Got it? Option A is the right answer. Just you remember this equation. നേരത്തെ പറഞ്ഞ പോലെ തന്നെ in case of nitrogen it comes as oxygen. So only you need to remember the molecular weight ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. That is Cp minus Cv is equal to R by M. Okay, just substitute in that equation and we get the answer. Next question. A gas has n degrees of freedom. The ratio of specific heat of gas at constant volume to the specific heat of gas at constant pressure will be. ഓക്കെ, നമ്മൾ ടേംസിൽ പറയുന്നത് ഇത് വേർഡ്സിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നോർമലി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് എൻ ഈസ് എ ഡിഗ്രി ഓഫ് ഫ്രീഡം. എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ദാറ്റ് ഈസ് Cv ടു ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. Cv by Cp ആണ് ചോദിച്ചേക്കുന്നത്. സോ വാട്ട് വി നോ ദാറ്റ് Cp is equal to R into F by 2 plus 1. Cv is equal to R into F by 2. ഇതാണ് നമുക്ക് അറിയാവുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് F we need to substitute it as N. എഫിൻ്റെ സ്ഥാനത്ത് N കൊടുക്കണം. സോ Cp by Cv എന്ന് പറയുന്നത്